അതൊക്കെ ജനങ്ങൾക്കറിയാമല്ലോ. വിഴിഞ്ഞം പദ്ധതിയെ തകർക്കാൻ ഈ മുഖ്യമന്ത്രിയല്ലേ ശ്രമിച്ചത്? 6,000 കോടി രൂപയുടെ പദ്ധതി 4,000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച ആളാണ്. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരെ. എന്ത് സംഭവിച്ചു? ഈ പദ്ധതി നടക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആള് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ തന്നെയായിരുന്നു. അത് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി ഗവൺമെന്റുമാണ്. അപ്പോൾ ആ ജനങ്ങൾക്കറിയാമല്ലോ ആരാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. അപ്പോൾ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുകയും തൻ്റെ നേട്ടമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാമേന്ദ്രൻ നായർ ജുഡീഷ്യൽ കമ്മീഷൻ ആള് മറന്നുപോയോ? രാമേന്ദ്രൻ നായർ ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് പരിശോധിച്ചല്ലോ. എന്നിട്ട് എന്തുണ്ടായി? ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല, ഗവൺമെന്റ് കുറ്റക്കാരനല്ല എന്നല്ലേ കമ്മീഷൻ വിധി പറഞ്ഞത്. അപ്പോൾ തുടക്കം മുതൽ തന്നെ വിഴിഞ്ഞം പദ്ധതി നടക്കാതിരിക്കാൻ വേണ്ടി എല്ലാ മുടന്തൻ ന്യായങ്ങളും ഉന്നയിക്കുകയും കമ്മീഷനെ വെച്ചു അന്വേഷിക്കാൻ, ജുഡീഷ്യൽ കമ്മീഷനെ. എന്നിട്ട് എന്തുണ്ടായി? ഞാൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് 70% വിജയം അന്ന് ഉണ്ടായത് 2010. അതിനേക്കാൾ വലിയ വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും വളരെ ആത്മവിശ്വാസത്തിലാണ്. എല്ലാ ജില്ലകളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ വളരെ ശുഭകരമാണ്. UDF വൻപിച്ച മുന്നേറ്റം കേരളത്തിലൊട്ടാകെ നടത്തും. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വലിയ ആവേശത്തോടെ പ്രവർത്തകരും ജനങ്ങളും UDFന് അനുകൂലമായി വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ ആ പരാതിയെല്ലാം അലമാരി വെച്ച് പൂട്ടും. ഒരു മുൻ MLAക്കെതിരെ പരാതി വന്നപ്പോൾ 2 ആഴ്ച മൂടി വെച്ചു. ഒരു സിറ്റിംഗ് MLAക്കെതിരെ പരാതി വന്നിട്ട് ഇന്ന് വരെ വാ തുറന്നിട്ടില്ല. അദ്ദേഹത്തിന് പാർലമെന്റ് സീറ്റ് കൊടുക്കുക ചെയ്തത്, കൂടുതൽ അംഗീകാരം കൊടുക്കുക ചെയ്തത്. ആ മഹാനാണ് കോൺഗ്രസിനകത്തെ ശ്രീരംഭടന്മാരെ പറ്റി പറയുന്നത്. ജനങ്ങൾ തിരിച്ചറിയട്ടെ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അവന് മീറ്റർ വെച്ച് അളക്കുകയല്ലേ, തീവ്രത അളക്കാനുള്ള മീറ്റർ കൈവച്ച് കിടക്കുന്ന പാർട്ടിയാണ് ഞങ്ങളെപ്പറ്റി വർത്താനം പറയുന്നത്. അത് വേണ്ട, അത് കൈയിരിക്കട്ടെ. ഞങ്ങൾ എടുക്കുന്ന പാർട്ടിയാണ്, ശക്തമായ നടപടിയെടുത്ത പാർട്ടിയാണ്. കേരളത്തിൽ മറ്റൊരു പാർട്ടിയും ഇത്രയും നടപടി സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ജനങ്ങളോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടിയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർത്തല്ലോ. ഇവിടെ കേരളത്തിൽ VCമാരില്ലാത്ത യൂണിവേഴ്സിറ്റികൾ, രജിസ്ട്രാർമാരില്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ മുഴുവൻ തകർത്ത ഒരു ഗവൺമെന്റാണ്. ഗവർണർ ഇവരും തമ്മിലുള്ള പോരാട്ടം കഴിഞ്ഞിട്ട് ഇവിടെ എക്സാമിനേഷൻ നടത്താനോ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കാനോ കഴിയുന്നില്ല. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതി ഇതാണ്. മറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതി എന്താണ്? ഇത് തന്നെയല്ലേ. ഇതെല്ലാം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിൻ്റെ തകർച്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഒന്നാമത്തെ പ്രതി ഗവൺമെൻറ്റും രണ്ടാമത്തെ പ്രതി ഗവർണറുമാണ്. രണ്ടുപേരും ചേർന്ന് കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ ഉള്ള അവസരം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ടാണ് കുട്ടികൾ നാട് വിട്ടു മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.